ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിക്കായി 1.5 കോടി രൂപ അനുവദിച്ചതായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. കൂടല്ലൂരിൽ കൂട്ടക്കടവ് റെഗുലേറ്ററിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇവിടെ മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, രാജേഷ് പറഞ്ഞൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉദ്ഘാടന കർമ്മങ്ങളുടെ കാലതാമസത്തെക്കാൾ ഉപരി ഒരു വർക്കിന് ഭരണാനുമതി കൊടുത്ത് സാങ്കേതിക അനുമതി കൊടുത്താൽ പിന്നെ മന്ത്രിമാർ വരാൻ കാത്തിരിക്കേണ്ടതില്ല. ജനം ആഗ്രഹിക്കുന്ന നിർമ്മാണം തുടങ്ങി വെച്ച് നടപടികൾ നിർവഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നിലപാടും നയവും സമീപനവുമാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത് എന്നാണ് പറയുന്നത്. 2023 35 കോടി രൂപയുടെ ഭരണാനുമതി മേടിച്ച് 4-ാം മാസം 7/2023 അതിന് സാങ്കേതിക അനുമതി കൊടുത്ത കേരളത്തിലെ വിരളിലെണ്ണാവുന്നതിലെ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു പദ്ധതിയാണ് കൂട്ടക്കടവ് റെഗുലേറ്റർ. 2023 ജനുവരി 27-ന് 35 കോടി രൂപയുടെ ഭരണാനുമതി ലഭിക്കുകയും 4-ാം മാസത്തിൽ അതിന് സാങ്കേതിക അനുമതിയും കൊടുത്ത് സംസ്ഥാനത്തെ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന പദ്ധതിയാണ് കൂട്ടക്കടവ് റെഗുലേറ്റർ എന്ന് മന്ത്രി പറഞ്ഞു. കാർഷിക മേഖലയ്ക്ക് പ്രയോജനകരമായി മാറണമെങ്കിൽ നല്ല രീതിയിൽ ജലസേചനത്തിനുള്ള സൗകര്യം വർദ്ധിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സൂക്ഷ്മ ജലസേചന പദ്ധതിയിലൂടെ 1815 ഹെക്ടർ ഭൂമിയിൽ ഇപ്പോൾ ജലസേചനം നടക്കുന്നുണ്ട്. അതിന്റെ കൂടെയാണ് ഈ 1500 ഹെക്ടർ കൂടി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത്. ഇറിഗേഷന്റെ ടൂറിസം പദ്ധതി മണ്ഡലത്തിൽ നടപ്പാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അതിവേഗത്തിൽ കൂട്ടക്കടവ് റെഗുലേറ്റർ പദ്ധതി പുരോഗമിക്കുകയാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും തൃത്താല MLAയുമായ MP രാജേഷ് പറഞ്ഞു. ഈ നാടിന് നൽകിയ ഉറപ്പാണ് കൂട്ടക്കടവ് റെഗുലേറ്റർ യാഥാർത്ഥ്യമാക്കും എന്നത്. ആ ഉറപ്പ് നൽകാനുള്ള കാരണം തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സമീപിച്ചപ്പോൾ ജനങ്ങളിൽ നിന്നുയർന്ന ആവശ്യമാണ് ഇത് ഒരിക്കൽ ഉപേക്ഷിച്ച ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കണം. അന്ന് കൊടുത്ത വാക്കാണ് ഇത് യാഥാർത്ഥ്യമാക്കും എന്നത്. യഥാർത്ഥത്തിൽ ഇതിന്റെ തുടക്കം 2009-10 സഖാവ് TP കുഞ്ഞുണ്ണി തൃത്താലയുടെ MLA ആയിരുന്നപ്പോഴാണ് ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെക്കുന്നത്. 2009-10 ബജറ്റിൽ ഞാൻ ആ ബജറ്റ് രേഖയൊക്കെ പരിശോധിച്ചു. 2009-10 ബജറ്റിൽ 6 കോടി രൂപ നീക്കിവെച്ചിരുന്നു മിനിസ്റ്റർ. അന്ന് 6 കോടി രൂപ നീക്കിവെച്ചു. എന്നാൽ ആ തുക അപര്യാപ്തമാണ് എന്ന് പറഞ്ഞ് പദ്ധതി മുന്നോട്ട് പോയില്ല. കൂടല്ലൂരിൽ കൂട്ടക്കടവ് റെഗുലേറ്ററിന്റെ നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തൃത്താലയിൽ ഭൂഗർഭ ജലവിധാനം സെമി ക്രിട്ടിക്കൽ അവസ്ഥയിലാണ്. മണ്ഡലത്തിലെ പ്രധാന പദ്ധതികളായ കൂട്ടക്കടവ്, കാങ്കപ്പുഴ പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഭാരതപ്പുഴയിൽ വെള്ളം സംഭരിക്കാനാവുമെന്നും അത് ഭൂഗർഭജലം റീചാർജിങ്ങിന് സഹായകമാകുമെന്നും സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി 2.5 വർഷം കൊണ്ട് 1815 ഹെക്ടർ ഭൂമിയിൽ ഇതിനകം തന്നെ ചെറുകിട ജലസേചന പദ്ധതികളിലൂടെയും ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികളിലൂടെയും ജലസേചനം ഉറപ്പാക്കിയെന്നും മന്ത്രി പറഞ്ഞു. പരിപാടിയിൽ എറണാകുളം മൈനർ ഇറിഗേഷൻ സെൻട്രൽ സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ CV സുരേഷ് ബാബു, ആനക്കര പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ബാലചന്ദ്രൻ, ഷൊർണൂർ MI സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ V അജയ്കുമാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, കക്ഷി രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. NCV ന്യൂസ് തൃത്താല. അതിരുകളില്ലാത്ത ഷോപ്പിംഗിന്റെ വിസ്മയാനുഭവം ഇനി എടപ്പാളിലും. പൂർണിമ ടെക്സ്റ്റൈൽസ് ഒരു ഫാമിലിക്ക് ആവശ്യമായ എല്ലാവിധ തുണിത്തരങ്ങളും ഇനി ഒരു കുടക്കീഴിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. പൂർണിമ ടെക്സ്റ്റൈൽസ്, അൽ മദീന കോംപ്ലക്സ്, കാലിക്കറ്റ് റോഡ്, എടപ്പാൾ.